ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 8ലെ യൂണിറ്റ് 3 സീഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ലൂസി ക്ലിഫോർഡ്. സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ബോയും അതുപോലെ തന്നെ ഈ ബോയുടെ ലിറ്റിൽ സിസ്റ്ററുമാണ്. ഈ ബോയ്ക്കൊരു പിക്ചർ പെയിൻറ്റ് ചെയ്യണം, വരയ്ക്കണം. അതിനു വേണ്ടിയിട്ട് അവരൊരു ഫീൽഡ്, ഒരു വയലിലോട്ട് പോവുകയും പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളുമാണ് സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നത്. Light on the Hills is a short story which shows how the words of a person can influence another person. ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഒരാളുടെ വാക്കുകൾ മറ്റൊരാളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നാണ്. എ ബോയ് വാസ് പെയിൻറ്റിങ് എ പിക്ചർ ഫ്രം എ ഫീൽഡ്. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫീൽഡിൽ നിന്നിട്ട്, വയലിൽ നിന്നിട്ട് ഒരു ബോയ് പിക്ചർ വരയ്ക്കുന്നതാണ്. ഹിസ് ലിറ്റിൽ സിസ്റ്റർ സ്റ്റുഡ് വാച്ചിങ് ഹിം. അവൻ്റെ ലിറ്റിൽ സിസ്റ്റർ അവൻ വരയ്ക്കുന്ന പിക്ചർ നോക്കിക്കൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. ഷീ പോയിൻറ്റഡ് ഔട്ട് സം ഓഫ് ദ ഡിഫക്ട്സ് ഓഫ് ഹിസ് പെയിൻറ്റിങ്. അവൻ വരയ്ക്കുന്ന ചിത്രങ്ങളിലെ ചില തെറ്റുകൾ അവൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഷീ റിമാർക്ക്ഡ് ദാറ്റ് പീപ്പിൾ ഹൂ സോ ദാറ്റ് പെയിൻറ്റിങ് വുഡ് ബി ഗ്ലാഡ് ദേ വുഡ് ഫീൽ ഇറ്റ് വാസ് റിയൽ. അങ്ങനെ അവൾ ബ്രദറിനോട് പറയാണ്, ഈ പിക്ചർ കാണുന്ന ആളുകൾ, ഓഡിയൻസ്, അവർ ഭയങ്കര സന്തോഷവാന്മാരായിരിക്കും. ആൻഡ് അവർക്ക് ആ പിക്ചർ റിയലാണ്, അത് കാണുമ്പോൾ ആ പിക്ചർ റിയലാണെന്ന് തോന്നിക്കുകയും ചെയ്യുമെന്ന് പറയാണ്. ദെൻ ദ ബോയ് ആസ്ക്ഡ് ഹെർ ഇഫ് ഹീ പെയിൻറ്റഡ് ഇറ്റ് ബാഡ്ലി വുഡ് ദ പീപ്പിൾ ബി അൺഹാപ്പി. അപ്പോൾ ബോയ് തിരിച്ച് സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, അവനത് മോശമായ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ അത് ആ കാണുന്ന ഓഡിയൻസിനെ അൺഹാപ്പി ആക്കുമോ എന്ന് ചോദിക്കുകയാണ്. ടു ദിസ് ഗേൾ ദ ആൻസർ ദാറ്റ് ഇഫ് ഹി വാസ് ഡൂയിങ് ഹിസ് വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി ദേ വുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് എഫേർട്ട് ഹീ ടുക്ക് ടു പെയിൻറ്റ് ഇറ്റ് ആൻഡ് വുഡ് സെർട്ടൻലി ലൈക്ക് ഹിസ് പിക്ചർ. അപ്പോൾ ഗേൾ അതിന് പറയുന്ന റിപ്ലൈ ആണ് എന്ത്, അവൻ ആ വർക്ക് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റിയോടും കൂടെ ചെയ്യുകയാണെങ്കിൽ, അതായത് അർപ്പണബോധത്തോടു കൂടെയും സത്യസന്ധതയോടും കൂടെ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ വർക്ക് ചെയ്തതെന്ന്. അപ്പോൾ പീപ്പിൾ വിൽ റിയലി ലൈക്ക് ഇറ്റ്. അവരത് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് പറയാണ്. ദ ഗേൾ പോയിൻറ്റഡ് ഔട്ട് ടു ദ ബോയ് ദ ലൈറ്റ് ഫ്രം ദ ഹിൽസ്. ബോത്ത് ഓഫ് ദം എൻജോയ്ഡ് വാച്ചിങ് ഇറ്റ്. പിന്നെ ഈ ഗേള് ആ ഹിൽസിൽ നിന്ന് വരുന്നൊരു ലൈറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. രണ്ടുപേരും കൂടെ അത് എൻജോയ് ചെയ്യുന്നു. He tried to paint trees, fields and the dark shades and the faraway hills with the light on them. അങ്ങനെ അവൻ അപ്പോൾ കണ്ട ആ സീന് അവൻ്റെ പിക്ചറിലേക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്തൊക്കെയാണ്? പെയിൻറ്റ് ട്രീസ്, ഫീൽഡ്, ഡാർക്ക് ഷെയ്ഡ്സ് ആൻഡ് ഹിൽസ്. അതുപോലെ തന്നെ ആ സിസ്റ്റർ കാണിച്ചു കൊടുത്ത ആ ലൈറ്റ് എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു പിക്ചർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി അവൻ തീരുമാനിച്ചു. ആസ് ദ സൺലൈറ്റ് ബിഗാൻ ടു ഡിം ഹി സ്റ്റോപ്ഡ് ഹിസ് പെയിൻറ്റിങ്. അങ്ങനെ സൺലൈറ്റ് കുറഞ്ഞു വരികയാണ്. അതായത് സന്ധ്യ ആവാൻ നേരത്ത് അവൻ അവൻ്റെ പെയിൻറ്റിങ് നിർത്തി. ദ ഗേൾ സെഡ് ദാറ്റ് ദ വേൾഡ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ ഗേൾ പറയാണ്, ഈ ലോകം അതിമനോഹരമാണെന്ന് പറയാണ്. ദ ബോയ് റിപ്പീറ്റഡ് ദീസ് വേർഡ്സ് വിത്ത് എ പിഞ്ച് ഓഫ് സോറോ. ഈ ബോയും ആ ഗേൾ പറഞ്ഞ സംഭവം സെയിം റിപ്പീറ്റ് ചെയ്തു. വിത്ത് എ പിഞ്ച് ഓഫ് സോറോ, ചെറിയൊരു ദുഃഖം അടങ്ങിക്കൊണ്ട്. ദ ബോയ് ആസ്ക്ഡ് ഹെർ വെൻ ഷി വാണ്ടഡ് ടു ഡു സംതിങ് ഗ്രേറ്റ് വാട്ട് വുഡ് ഷീ ഡു. അങ്ങനെ ബോയ് ഈ ഗേളിനോട് ചോദിക്കുകയാണ്, അവൾക്ക് സംതിങ് ഗ്രേറ്റ്, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അവൾ എന്ത് ചെയ്യും? The girl answered that she would think that she was doing it for the person whom she loved the best. അപ്പോൾ അതിന് ഈ ഗേൾ കൊടുക്കുന്ന റിപ്ലൈ ആണിത്. എന്താണ്? അവൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ, അതായത് സംതിങ് ഗ്രേറ്റ് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അവൾ അത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ദിസ് വുഡ് മേക്ക് ഹെർ സ്ട്രോങ് ആൻഡ് ഷീ കുഡ് ഫോർഗെറ്റ് ഓൾ ഹെർ സോറോ. അപ്പോൾ എന്ത് ചെയ്യും? അവൾ സ്ട്രോങ് ആവുകയും ബാക്കിയുള്ള എല്ലാ സങ്കടങ്ങളെ മറക്കാനും സാധിക്കും. ദസ് ഷീ വുഡ് ബി ഏബിൾ ടു ഗോ ഫോർവേഡ് ആൻഡ് വുഡ് നെവർ ബി ബോർ. അങ്ങനെ അവൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ബോറടിക്കാതിരിക്കുകയും ചെയ്യും. ദ ബോയ് തോട്ട് ഫോർ എ മൊമെൻറ്റ് ആൻഡ് സെഡ് ദാറ്റ് ഇൻ ദാറ്റ് കേസ് ഹി വുഡ് പെയിൻറ്റ് ദിസ് പിക്ചർ ഫോർ ഹെർ. അങ്ങനെ ഒരു നിമിഷം ഈ ബോയ് ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ പിക്ചർ ഞാൻ നിനക്ക് വേണ്ടി പെയിൻറ്റ് ചെയ്യാം. ദെൻ ദേ ബോത്ത് റിട്ടേൺഡ് ഹോം. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എ ട്രാജഡി ഹാപ്പൻഡ് ഇൻ ദ ഫാമിലി ദാറ്റ് നൈറ്റ്. അങ്ങനെ ആ രാത്രിയിൽ ആ ഫാമിലിയെ ഒരു ട്രാജഡി ബാധിക്കാൻ. ട്രാജഡി മീൻസ് ദുരന്തം. ദ ഗേൾ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ്. ആ ലിറ്റിൽ സിസ്റ്റർ അവളുടെ ഉറക്കത്തിൽ മരിച്ചുപോയി. അതാണ് ആ ഫാമിലിയെ സ്ട്രക്ക് ചെയ്ത ട്രാജഡി. ദ സോറോഫുൾ മദർ ടോൾഡ് ദ ബോയ് ദാറ്റ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ വുഡ് നെവർ കം ബാക്ക് ഫോർ ദിസ് വേൾഡ് അഗെയിൻ. അങ്ങനെ ദുഃഖിതയായ അമ്മ ഈ മകനോട് പറയാണ്, അവൻ്റെ ലിറ്റിൽ സിസ്റ്റർ ഇനി ഈ ഭൂമിയിലേക്ക് തിരിച്ച് ഒരിക്കലും വരില്ല എന്ന്. The sorrow of the boy was beyond words. He thought about the words she had spoken before she had got an extraordinary strength.
അങ്ങനെ അവൻ്റെ സങ്കടം എന്ന് പറയുന്നത് വാക്കുകൾക്കും അപ്പുറമായിരുന്നു. പിന്നീട് അവൾക്ക് കിട്ടിയ എക്സ്ട്രാ ഓർഡിനറി സ്ട്രെങ്ത്, അവൾ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി സ്ട്രെങ്ത്തിനെ കുറിച്ച് അവൻ ആലോചിച്ചു. ഹീ കംപ്ലീറ്റഡ് ദ പിക്ചർ. അങ്ങനെ അവൻ ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്തു. അവൻ്റെ സിസ്റ്ററിനോടൊപ്പം അന്ന് വയലിൽ പോയി ചെയ്യാൻ വിചാരിച്ചിരുന്ന ആ പിക്ചർ അവൻ പിന്നീട് കംപ്ലീറ്റ് ചെയ്തു. എവരി വൺ അപ്രീസിയേറ്റഡ് ദ പിക്ചർ. അങ്ങനെ എല്ലാവരും ആ പിക്ചറിനെ അപ്രീസിയേറ്റ് ചെയ്തു. ഇറ്റ് വാസ് വിസ്പറിങ് ഇൻ ഹിസ് ഇയേഴ്സ് ദാറ്റ് ഇറ്റ് വാസ് ലവ്, ട്രൂ ലവ് ഫ്രം വിച്ച് ഓൾ വെർച്യൂസ് കെയിം. അങ്ങനെ അവൻ്റെ ചെവികളിൽ പറയുന്നത് പോലെ തോന്നി. എന്ത്? ഇറ്റ് വാസ് ലവ്, സ്നേഹമാണ്. ലവ് വിച്ച് ഓൾ വെർച്യൂസ് കെയിം, എല്ലാ നന്മകളും വന്നത് സ്നേഹത്തിൽ നിന്നാണെന്ന് പറയുന്നത് പോലെ തോന്നി. ഇഫ് ഇറ്റ് ഗേവ് ഹാപ്പിനെസ് ഇറ്റ് കുഡ് ബി കോൾഡ് ഹെവൻ. അത് സന്തോഷം കൂടെ തരുന്നുണ്ടെങ്കിൽ അതാണ് സ്വർഗം. സ്നേഹമാണ് ഈ നന്മയെല്ലാം ചെയ്യിച്ചത്. അതിൻ്റെ കൂടെ സന്തോഷം കൂടെ ഉണ്ടെങ്കിൽ അതാണ് സ്വർഗം എന്ന് പറയുന്നത്. താങ്ക് യു.